ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് 2023 ജൂലൈ മാസത്തിലാണ്. ആ സമയത്ത് ഞാൻ അയർലൻഡിൽ പോകാനുള്ള പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ അച്ഛനെ കാണുകയും ഓൾറെഡി ഞാൻ എക്സാമിന് അവിടെ അയർലൻഡ് ആപ്റ്റിറ്റ്യൂഡ് എക്സാമിന് ഡേറ്റൊക്കെ എടുത്ത് അതിൻ്റെ ഹോൾ ടിക്കറ്റുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ഉടമ്പടി എല്ലാം എടുത്തതിന് ശേഷം ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ അന്ന് കാണുകയും അച്ഛൻ എൻ്റെ ഹോൾ ടിക്കറ്റ് മാതാവിൻ്റെ രൂപത്തിന് മുന്നിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുകയും എനിക്ക് കാശുരൂപവും അതുപോലെ തന്നെ സൈത്ത് പൂശാൻ നെറ്റിയിൽ പുരട്ടി തരികയും ചെയ്തു. അയർലൻഡിലെ ആപ്റ്റിറ്റ്യൂഡ് എക്സാം വളരെ പ്രയാസകരമാണ്. 14 സ്റ്റേഷനാണ് ആ എക്സാമിനുള്ളത്. അത് പാസ്സാകുന്നുള്ളത് വളരെ ദുഷ്കരമാണ്. അതുപോലെ തന്നെ അവിടുത്തെ എക്സാമിനേഴ്സും വളരെ നമ്മളെ ജയിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര പാടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ അവിടെ ചെന്ന് അച്ഛൻ്റെ ധ്യാനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമുണ്ട്. ഉടമ്പടി ഉപ്പ് അതിന് വളരെ ശക്തിയുള്ളൊരിതാണ്. അത് വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ച് അത് നമ്മൾക്ക് വേണ്ട സ്ഥലത്ത് ആരും ചവിട്ടാത്തൊരു സ്ഥലത്ത് നിക്ഷേപിക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യം സാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതനുസരിച്ച് ഞാൻ കുറച്ചൊരു ഉപ്പ് ഒരു ടിഷ്യൂവിൽ കരുതിക്കൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ എക്സാം സെൻറ്ററിൽ ചെന്ന് ആരും ചവിട്ടാത്തൊരു സ്ഥലം നോക്കി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ അത് ഇട്ടതിന് ശേഷമാണ് ഞാൻ എക്സാം ഹാളിൽ കയറിയത്. ആദ്യത്തെ 2-3 എക്സാമൊക്കെ എളുപ്പമായിരുന്നു. പിന്നീട് ഞാൻ ഒരുപാട് തെറ്റുകൾ കാണിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ മിസ്റ്റേക്കുകളൊക്കെ വരുത്തി. എന്നിരുന്നാൽ പോലും റിസൾട്ട് വന്നപ്പം ഞാൻ 14 സ്റ്റേഷനിൽ ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അമ്മാതാവിൻ്റെയും തിരുകുമാരൻ്റെയും അനുഗ്രഹം വഴിയാണ് ഞാൻ എക്സാം പാസ്സായത്. അതിനുശേഷം ഞാൻ ജോലിയിൽ കയറുകയും ചെയ്തു. 5 മാസത്തിനുള്ളിൽ അയർലൻഡിലെത്തി 5 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ അയർലൻഡിലേക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ ഹസ്ബൻഡ് അയർലൻഡിലേക്ക് വരുന്നതിന് മുന്നേയായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും ചെയ്തു. അന്ന് അച്ഛൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞായിരുന്നു, നീ അയർലൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് വളരെ നല്ലൊരു ജോലി കിട്ടുകയും അതുപോലെ തന്നെ നീ വിചാരിക്കുന്നതിൽ കൂടുതൽ സാലറി ഉള്ളൊരു ജോബായിരിക്കും നിനക്ക് കിട്ടാൻ പോവുകയെന്ന്. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അയർലൻഡിലെത്തി 3 മാസത്തിനുള്ളിൽ തന്നെ ഹസ്ബൻഡിന് അവിടുത്തെ വലിയൊരു കമ്പനിയിൽ എൻജിനീയറായി തന്നെ ജോബ് കിട്ടുകയും അവിടെ അവർലി പേയ്മെൻ്റ് ആണ്. നേഴ്സായി എനിക്ക് കിട്ടുന്നതിൻ്റെ ഡബിളാണ് എൻ്റെ ഹസ്ബൻഡിന് അവിടെ ജോബിന് കിട്ടിയ സാലറി. അതൊക്കെ അമ്മമാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്.